സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മലയാളികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 3 സിനിമയാണ് ഇന്ന് റിലീസായിരിക്കുന്നത്. ഒന്ന് വിനീത് ശ്രീനിവാസൻ ടീമിൻ്റെ വർഷങ്ങൾക്ക് ശേഷം, രണ്ടാമത്തേത് രഞ്ജിത്ത് ശങ്കർ ടീം ഉണ്ണി മുകുന്ദൻ അഭിനയിച്ച ജയ് ഗണേഷ്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയണ്ടേ ഷമ്മി നമ്മൾ ഫഹദ് ഫാസിൽ അഭിനയിച്ച ആവേശം എന്ന് പറയുന്ന ഒരു ആവേശത്തോടുള്ള ഒരു സിനിമയും. അങ്ങനെ ഇന്ന് തിയേറ്ററുകൾ ഇന്ന് പൂരപ്പറമ്പാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ തിയേറ്ററുകൾ പൂരപ്പറമ്പാകുമ്പോൾ ഈ തമിഴ് തെലുങ്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. രാജമൗലി പോലും ഇങ്ങനെ നോക്കുന്നു മലയാളത്തിൽ. കാരണം എന്താണ്? നിസാര പൈസക്കെടുത്ത സിനിമകളാണ് ഇവിടെ കോടികൾ വരുന്നത്. അതായത് ഈ തെലുങ്കിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ എടുക്കണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 100 കോടി വേണം. അത്രത്തോളം മുടക്കി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഒരു സിനിമ എടുക്കാൻ കഴിയുള്ളൂ. അത്രയും പ്രതിഫലമുണ്ട് അവിടെ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തെലുങ്ക് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓടുന്നതുമാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴും ഏകദേശം നല്ലൊരു തമിഴ് സിനിമ എടുക്കണ്ടെങ്കിലും 100 കോടിയല്ല, ഒരു 300 രജനീകാന്തിൻ്റെയൊക്കെ ആണെങ്കിൽ 500 കോടി വേണം. അങ്ങനെ ഒക്കെ കോടികൾ മുടക്കിയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇത് മലയാള സിനിമയിൽ കുറച്ച് പിള്ളമാർ വന്നിട്ട് ഇങ്ങനെ ക്യാമറ അവിടെ കൊണ്ടുവച്ച് ഇവിടെയും കൊണ്ടുവച്ചിട്ട് ദേണ്ട കിടക്കുന്ന കോടികൾ. ഈ മഞ്ഞുമേൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമ കോടികൾ കൊണ്ടുപോയി. പ്രേമലു എന്ന് പറയുന്ന സിനിമ ഒന്നുമില്ല, ഒരു ആർട്ടിസ്റ്റും ഇല്ല, ഒന്നുമില്ല, എന്നിട്ടും അത് കോടികൾ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതേ വരുന്ന ആവേശം ഇനി വേറെ ലെവലിലാണ് പോകാൻ പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കേ വേണ്ട അവിടുന്ന്. അതുപോലെ തന്നെ അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി ജയ് ഗണേഷും ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ മലയാള സിനിമയ്ക്ക് ഒരു നല്ലൊരു വർഷം തന്നെയാണ് ഈ 2024 എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മക്കളെ. കാരണം എന്താ വെച്ചാൽ ഇറങ്ങിയ പടങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റുകളാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ടീമുണ്ട്, എന്തെങ്കിലും തട്ടിക്കൂട്ടി ഇറക്കുന്ന കുറച്ച് ടീമുണ്ട്. ആ പടങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നെട്ട് നിലയിൽ പൊട്ടിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതൊക്കെ ഇറക്കുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. അതാണ് ഒരു വസ്തുവിനും അല്ലാതെ ചില പടങ്ങളൊക്കെ ഇതിനിടയിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ അങ്ങ് പോട്ടെ, ഇതിൻ്റെ ഇടയിലോട്ട് അങ്ങ് കയറിപ്പോയിക്കോട്ടെ, അത്രയേ പറയാനുള്ളൂ. പക്ഷേ ഇപ്പോഴും നമ്മുടെ സാധ്യതകൾ മുടങ്ങിയിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ നടന്മാർ വേണ്ട, അല്ലെങ്കിൽ ഇവിടെ നല്ല എന്താ പറയേണ്ടത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതൊന്നും വേണ്ട. ഇവിടെ നമുക്ക് നല്ല തിരക്കഥയും ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള ഒരു കഴിവും ഉണ്ടെങ്കിലില്ലേ വേറെ ഒന്നും നോക്കണ്ട, സിനിമ ഓടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രേമലു എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ അകത്ത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് അതിൻ്റെ സംവിധായകൻ ആലോചിച്ചിട്ടുണ്ടോ? ഈ സിനിമ ഇറക്കുമ്പോഴേ അദ്ദേഹം ഒരിക്കലും ആലോചിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്രമാത്രമായിട്ടുള്ള ഒരു ഭയങ്കര ഒരു സംഭവമാകുന്നത്? അതായത് ഈ പിന്നെ ആദ്യത്തെ സിനിമ പോലെ തന്നെ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറയുന്ന സിനിമ പോലെ ഒരു കുറച്ച് ദിവസം ഓടും, അത് കഴിഞ്ഞാൽ പിന്നെ ഇതായി, അത്രയേ അദ്ദേഹം വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതൊരു ഭയങ്കരമായൊരു സംഭവത്തിലേക്കാണ് പോയിരിക്കുന്നത്. പിന്നെ മഞ്ഞുമേൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയും ഈ കേരളത്തിൽ ഇട്ടാവട്ടത്തിൽ ഓടുന്ന ഒരു സിനിമയായിട്ട് മാത്രമേ അവർ കണക്ക് കൂട്ടിയിട്ടുള്ളൂ. അല്ലാതെ ഇതങ്ങോട്ട് കയറിപ്പിടിച്ച് തമിഴിലും തെലുങ്കിലൊക്കെ മൊഴിമാറ്റം നടത്തിയിട്ട് അങ്ങ് ഓടുന്നൊന്നും അവർ കരുതിയിട്ടില്ല. ഈ നമ്മുടെ എന്താ പറയേണ്ടത് അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നായകനായിട്ട് സൗബിൻ എന്ന് പറയുന്ന സൗബിൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞാൽ ഏകദേശം പുതുമുഖങ്ങളാണ്. സൗബിനും ബാസി ഇങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ സിനിമയുമായിട്ട് നല്ല ബന്ധമുള്ളത്. ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോഴും ഉദ്ദേശിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മോഹൻലാലോ മമ്മൂട്ടിയോ ഒന്നും അല്ല വേണ്ടത്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല കഥയാണ്. നല്ല കഥയും തിരക്കഥയും അത് മേക്ക് ചെയ്യാനുള്ളൊരു കഴിവും കൂടിയാണ്. അതായത് ഇപ്പം ആടുജീവിതം എന്ന് പറയുന്ന സിനിമ പല ആൾക്കാരും വന്നിട്ട് പറയുന്നുണ്ട്, ലാൽ ജോസ് മിഞ്ഞാന്ന് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വിട്ടുകൊടുത്തിയാണ്, അല്ലാതെ എനിക്ക് വേണ്ടായിട്ടല്ല എന്ന്. ലാൽ ജോസിന് ഒലക്ക കഴിയും ഇങ്ങനെയൊരു പടം എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇങ്ങനെയൊരു പടം എടുക്കണ്ടെങ്കിൽ വിഗുയും മറ്റേ ബ്ലെസ്സിക്ക് മാത്രമേ കഴിയുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൽ ജോസ് ആയിക്കഴിഞ്ഞാലും മറ്റു പല സംവിധായകരും എന്ന് പറഞ്ഞാൽ പൈസേൻ്റെ പുറകെ ഓടുന്നതാണ്. പക്ഷേ ബ്ലെസ്സി എന്ന് പറയുന്ന സംവിധായകൻ ഈ 16, 17, 18 വർഷം അദ്ദേഹം അധ്വാനിച്ചത് മുഴുവൻ ഈ പടത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതിൽ ഈ പടം മാറ്റി വെച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരു 4-5 സിനിമകൾ മലയാളത്തിൽ ചെയ്യാമായിരുന്നു ഇത്രയും വർഷം കൊണ്ട്. പക്ഷെ അയാൾ ചെയ്യാൻ പോയില്ല. അയാൾക്ക് ഈ ഒരു പ്രൊജക്റ്റ് മതി, അതാണ് എൻ്റെ പ്രൊജക്റ്റ് എന്ന് കരുതിയിട്ട് അദ്ദേഹം ഇത്രയും വർഷം ഒരു കുഞ്ഞിനെ താലോലിക്കുന്നത് പോലെ ഇങ്ങനെ താലോലിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് എത്രമാത്രം സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാകും നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഒരുപാട് പൈസ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാകും, പൈസേൻ്റെ ബുദ്ധിമുട്ട് തന്നെ. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറും കാര്യങ്ങളൊക്കെ ശരിയായി ഒരു അഡ്വാൻസ് നമുക്ക് കിട്ടി, ഓക്കെ. പക്ഷേ ഈ പ്രൊജക്റ്റ് നടക്കുമോ ഇല്ലയോ എന്ന് അറിയാണ്ട് നമുക്ക് ആരെങ്കിലും പൈസ തരുമോ?
ഇല്ലല്ലോ, അതിൻ്റെ ബുദ്ധിമുട്ടുകളില്ലേ? അപ്പോൾ ഈ ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകനാണെങ്കിൽ നല്ല ഈ പളുങ്കും തന്മാത്രയും അതുപോലെ ഭ്രമരൊക്കെ എടുത്തിട്ട് നല്ല എന്താ പറയുക ഒരു വലിയൊരു സംവിധായകനായിട്ട് നല്ല പ്രതിഫലം വാങ്ങിക്കുന്ന ഒരു നല്ല പ്രതിഫലം വാങ്ങിക്കുന്ന ഒരു സംവിധായകനായിട്ട് ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ആടുജീവിതവും കൊണ്ട് വരുന്നത്. അപ്പോൾ ആടുജീവിതത്തിന് വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞു വെക്കുകയായിരുന്നു. ആ ഒരു ഇതിന് അദ്ദേഹത്തിന് ദൈവം കൊടുത്ത റിസൾട്ട് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു അംഗീകാരങ്ങൾ എന്ന് ഞാൻ പറയുള്ളൂ. മറ്റൊരു സംവിധായകനും ഇതൊന്നും കഴിയില്ല. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അന്നന്ന് കിട്ടുന്ന പൈസ, അതാണ് അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ തലമുറയിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഉള്ള കാര്യം ഞാൻ എന്താ പറയുന്നതിന്, അതായത് ഇപ്പോഴത്തെ ഈ തലമുറയെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടീം നടക്കുന്നുണ്ട്, അത് വേറെ പ്രശ്നം. പക്ഷേ പിള്ളമാരൊന്നും അതിൽ വീഴൂല. പഴയ പോലെ നിങ്ങളുടെ ഈ വിലക്കും കെലുക്കും തിലക്കൊന്നും ഇപ്പോഴത്തെ പിള്ളമാരെടുക്കാൻ നിങ്ങൾ നോക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അവർ നമ്മളൊക്കെ ഇവിടെ എന്താ പറയണ്ടേ ഇവിടെ ചിന്തിക്കുമ്പോഴേക്കും അവരങ്ങ് മേലെ ചിന്തിക്കും എന്നുള്ളതാണ്. പിന്നെ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ മനുഷ്യനുണ്ടല്ലോ, എന്തോ ഒരു പ്രത്യേക കഴിവാ മനുഷ്യനുണ്ട്. അതായത് ജനങ്ങളെ തിയേറ്ററിൽ കൊണ്ടുവരാനും പിടിച്ചിരുത്താനുമുള്ള ഒരു ഭയങ്കരമായൊരു കഴിവുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. ഇത്രയും പടമിറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പടം പോലും ഇതായിട്ടില്ലല്ലോ. ആലോചിച്ച് നോക്കണം, വിനീത് ശ്രീനിവാസൻ്റെ ചെറിയൊരു റോളാണെങ്കിൽ തന്നെ ആ സിനിമ ഓടും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? വിനീതിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടും, അത് തന്നെയാണ്. അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും. ആ ഒരു പ്രതീക്ഷ തീരെ തെറ്റിച്ചിട്ടുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നൊരു മൂവി ഉണ്ടല്ലോ, ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. ഇത് എവിടുന്നാണ് വരുന്നതെന്ന് മാത്രം ഒരു പിടുത്തവുമില്ല. രണ്ടാമത്തെ ആ ഒരു പിന്നെ ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞിട്ടുള്ള സീനില്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ച് ഒരു എന്താ പറയുക, നമ്മൾ അടപ്പ് തള്ളിപ്പോന്ന് ചിരിയാന്ന് ചിരിക്കേണ്ടത്. അത്രമാത്രം നമ്മൾ ഒരു തിയേറ്ററിൽ പോയിട്ട് നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞാലേ ആ ഒരു ഹാപ്പിയാണ് നമുക്ക്. എനിക്ക് തോന്നുന്നത് ഇന്ന് മലയാളികൾ, വർഷങ്ങൾക്ക് ശേഷം കണ്ട മലയാളികൾ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർ ആ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ അവർ ആ പ്രശ്നങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. ആ പ്രശ്നങ്ങളും മറന്നുപോയിട്ടുണ്ട്. അതുമാത്രവുമല്ല പിന്നെ എന്താ പറയേണ്ടത്, പിന്നെ ഒരു 2.5 മണിക്കൂറും കൂടി ഈ പടത്തെ പറ്റിയിട്ടും ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇന്ന് വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു മനുഷ്യന് എത്ര വലിയ കൊടികുത്തിയ പ്രശ്നമുള്ള ഒരാളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ പ്രശ്നം ഒരു 2.5 മണിക്കൂർ തൂക്കി എറിയടാ എന്ന് പറഞ്ഞിട്ട് ആ തിയേറ്ററിൽ ഇരുന്നിട്ട് വേറെ എവിടെയും ചിന്തിപ്പിക്കാതെ ആ ഒരേ ഒരു സിനിമയെ നോക്കി നിൽക്കണമെങ്കിൽ ആ മനുഷ്യന് ദൈവികമായിട്ടുള്ള എന്തോ ഒരു കഴിവുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ആവേശം എന്ന് പറയുന്ന സിനിമയാണ്. ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു നടനുണ്ട്. ആ ഒരു നടൻ്റെ ഏത് സിനിമയായി കഴിഞ്ഞാലും നമുക്കെല്ലാവർക്കും അറിയാം, ഫഹദിൻ്റെ കയ്യിൽ നിന്ന് ഫഹദ് കുറച്ച് സാധനങ്ങളും കിട്ടും, അത് ഉറപ്പാണ്. അത് എത്ര ഇല്ല സിനിമയായാലും ശരി, ഓരോ സിനിമ കഴിയുമ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കലാണ് നമ്മളെ. ഒരുപക്ഷെ ഞാനിങ്ങനെ ആടുജീവിതമൊക്കെ കാണുമ്പോഴേ ഞാൻ ഇങ്ങനെ ആലോചിച്ചത് എന്താ അറിയുക, പൃഥ്വിരാജ് ഇല്ലെങ്കിൽ പൃഥ്വിരാജിന് പകരമായിട്ട് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ ഫഹദ് ഫാസിൽ തന്നെയാണ്. വേറെ ഒരു ഓപ്ഷൻസും അവിടെ ഇല്ല. അതേ എനിക്ക് പറയാനുള്ളൂ. ആ മനുഷ്യൻ്റെ ഒരു എനർജി ഉണ്ടല്ലോ, അതൊരു വേറെ ലെവല് തന്നെയാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇന്നത്തെ ആൾക്കാർക്കൊന്നും പൈസ കാർത്തിയില്ല. ഈ ഫഹദ് ഫാസിലിന് വേണമെങ്കിൽ ഒരു വർഷം തന്നെ 2-3 സ്ക്രിപ്റ്റിൽ അഭിനയിക്കാം. പക്ഷെ അദ്ദേഹം അതിനൊന്നും നിൽക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മതി, അത് നല്ലത് ഒരു സിനിമ ഇറങ്ങിയാൽ പോരെ, അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയെല്ലാം. അല്ലാതെ ഇവിടെ ചില സൂപ്പർ സ്റ്റാറുകൾ കാണിക്കുന്ന പോലെ ഈ മറ്റേ ബന്ധത്തിൻ്റെ പേരിൽ ലോകത്തിൻ്റെ ആൾക്കാർ കഴിച്ചു ഡേറ്റ് കൊടുത്ത് തേഞ്ഞൊട്ടിയിട്ട് ഇങ്ങനെ വരുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഓരോരോ സിനിമ മതി. എന്തിനാണ് അധികം? ആ ഒരു സിനിമ കൊണ്ട് മതി, ആ ഒരു തീരുമാനമാണ്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജയ് ഗണേഷ് എന്ന് പറയുന്ന രഞ്ജിത്ത് ശങ്കറിൻ്റെ സിനിമ. ഈ രഞ്ജിത്ത് ശങ്കർ എന്ന് പറയുന്ന ഒരു സംവിധായകനെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം ഞെട്ടിക്കുന്ന ഓരോരോ സിനിമ. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് പറഞ്ഞാൽ സു വാത്മീകം, അതുപോലെ തന്നെ വർഷം. പിന്നെ വേറെ ഒന്ന് നമ്മളെ ഈ കുഞ്ചാക്കോ ഓവൻ്റെ ഒരു സിനിമയുണ്ടായിരുന്നു, കുഞ്ചാക്കോ ഓവനും അനു സിത്താരയും ഒക്കെ അഭിനയിച്ച ഒരു സിനിമയുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ ലെവലിൽ ചിന്തിപ്പിക്കുവായിരുന്നു. അങ്ങനെ ഒരു കഴിവുള്ളൊരു സംവിധായകനാണ് ഈ സു വാത്മീകത്തിൻ്റെയും അതുപോലെ തന്നെ വർഷത്തിൻ്റെയും അങ്ങനെയുള്ള സിനിമകളിലൊക്കെ ഡയറക്ടറായ പാസഞ്ചറാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ, രഞ്ജിത്ത് ശങ്കർ.
അപ്പോൾ ഉണ്ണി മുകുന്ദനെ വെച്ചിട്ട് ഈ ജയ് ഗണേഷ് എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തപ്പോൾ അതിൻ്റെ അകത്തും എന്തെങ്കിലും കാണുമെന്ന് നമുക്കറിയാമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതൊരു വേറെ ലെവല് പടമാണ്. അതായത് നമ്മളൊരു ഉണ്ണി മുകുന്ദൻ്റെ ജീവിതത്തിൽ തന്നെ ഇങ്ങനെയൊരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇതുവരെ ഇതുപോലെയുള്ളൊരു ക്യാരക്ടർ അഭിനയിച്ചിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീൽ ചെയറിലുള്ള രംഗങ്ങൾ പറയുമ്പോഴേ നമ്മളെപ്പോഴെന്ന് പറഞ്ഞ് ഈ വീൽ ചെയറിലിരുന്ന് അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസിയല്ല. അതിലൊരുപാട് നല്ല വിഷമങ്ങളുണ്ട്. പക്ഷേ ആ ഒരു പടം കാണുമ്പോഴാണ് ആ ഒരു ത്രില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ മലയാളികൾക്ക് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷു പെരുന്നാളോ അല്ലെങ്കിൽ വിഷുവോ പെരുന്നാളോ ഇതിനൊക്കെ കൂടിയിട്ട് ഒരു സമ്മാനം കൊടുത്തിരിക്കുകയാണ് ഈ 3 ആൾക്കാർ ചേർന്നിട്ട്. വളരെയധികം നന്ദിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കൂടിയിട്ട് നമ്മളെ തിയേറ്ററില്ലേ മൊത്തത്തിൽ അങ്ങ് ജനസമുദ്രമായി. ഒരു ദിവസം കൊണ്ട് ഇന്ന് തിയേറ്ററുകളിൽ ജനസമുദ്രമാണ്. എന്തൊരാവേശമാണ്. ആവേശം സിനിമ ആവേശം ഭയങ്കര ഒരു സംഭവമാക്കിയിട്ട് ചെറുപ്പക്കാരായാലും എല്ലാവരും ഇല്ലേ ഇന്ന് വേറെ ലെവലിലാണ്. ഇന്നത്തെ ഒരു ദിവസത്തിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും. അപ്പോൾ ഇതുപോലെ നമ്മളെ മലയാളികൾ ചിന്തിച്ച് കഴിഞ്ഞാൽ, നമ്മളെ മലയാളത്തിലെ പുതിയ ആൾക്കാർ ചിന്തിച്ച് കഴിഞ്ഞാലേ നല്ല നല്ല സിനിമകൾ ഇവിടെ വരും. ഒരു സംശയവും വേണ്ട. എൻ്റെ മക്കളെ നല്ല സിനിമകൾ ആലോചിക്കുക. നിങ്ങൾ നല്ല സിനിമകൾ വരട്ടെ. അപ്പോഴല്ലേ ഒരു കോക്കിനും ഒരു ഏജൻറ്റും ഒരാൾക്ക് പോലും പിടികിട്ടാതെ നിങ്ങളങ്ങ് പറക്ക് മക്കളെ, പറക്ക്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തോ, കൂടെ കൂടിക്കോ. ഇതിലും വലുത് വരാനുണ്ടായിരുന്നു. നന്ദി, നമസ്കാരം.